ഇപ്പൊ ഈ ഐഫോണിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട്. പക്ഷെ ഒറ്റ ഐഫോൺ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചു പല ഫോൺസ് യൂസ് ചെയ്യും. നമുക്കറിയാം ഫൈറ്റ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും പല ക്യാമറാസ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒറ്റ ഫോണാണ്. ഇത് തന്നെ പല ആംഗിളിൽ നിന്ന് പിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ? ടെക്നിക്കൽ സൈഡ് ഞാൻ തന്നെയാണ് ഇത് പടത്തിന്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ഏറ്റവും ആക്ഷനും ഒക്കെ അതിന് ആദ്യമായിട്ട് ഒരു സംവിധായകൻ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ആക്ഷൻ ഉൾപ്പെടെ ആയിരിക്കണം. അപ്പൊ ഇതിൽ എഡിറ്റിംഗ് പാറ്റേൺ ഓൾറെഡി മൈൻഡിലുള്ളതുകൊണ്ട് ഒരു സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണോ ഇതിന്റെ പ്രവർത്തനം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആൾക്കാരെ ഇവരെല്ലാവരും ഏത് സമയത്തും ഒരു ക്യാരക്ടറാണ്. നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി നിർത്തിയാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറുകളായിട്ടാണ്. അപ്പൊ ഇവരെ നമ്മൾ ഈ സിറ്റുവേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് അഴിച്ചു വിടും. എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പൊ അത് കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ഇതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ കുറെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇതിന്റെ? പിന്നെ അത് ഔട്ട് എങ്ങനെ വരും അറിയില്ല. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്തിട്ട് നമുക്ക് ഒരു ഞാൻ പറയട്ടെ, നമുക്ക് ഇതിന് ഏറ്റവും ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ സൈഡാണ്. ദേവസൂര്യ ഫിലിം ഹൗസ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതില് മുരളിയേട്ടൻ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ കൂടെ ഇതിന്റെ കൂടെ കട്ടക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ ഷൂട്ട് കഴിയുന്നവരെ ആളെടുത്തുള്ള ഒരു എഫർട്ട് ഉണ്ട്. കാരണം ഒരു 10 ആള് ചെയ്ത കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റൂമുകൾ കാര്യങ്ങൾ ആളിതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അതെ, പ്രൊഡ്യൂസറാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇതിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പം അത്തരത്തിലൊരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല സ്ഥലത്ത് ഷൂട്ടിംഗ് കൂടെ നടക്കില്ല. നമുക്ക് ഷൂട്ടിംഗ് ഭയങ്കര എളുപ്പമായിട്ടുള്ളത്, നമുക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പരീക്ഷത്തിനും പുതിരാനായിട്ടുള്ള ധൈര്യം തന്നിട്ടുള്ളതൊക്കെ ആളാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കൂടുതൽ അദ്ദേഹത്തിനോടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. രജനി സാറിന്റെ സിനിമയിൽ പാടിയിട്ടുണ്ട് അല്ലേ, അണ്ണാത്തെ? ആ സോങ് ഒക്കെ പാടും. விச்சருவா கொண்ட கொல கொல சாமி வந்துருச்சே பக கொல நடுங்க வாசாமி வாசாமி கெட்டவன அது பொலி பொலு போட நஞ்சிடுச்சே அவ கொட நடுங்க வாசாமி வாசாமி மீசைய பாரு கெடா கெடா மிருக தாழிக்க வர்றனடா குருதிய குடிப்பா மொடா மொடா கொடியவர் கூட்டம் ஓடுங்கடா. താങ്ക് യു സർ. എല്ലാ ഏത് മൂഡിലുള്ള പാട്ടും മെലഡിയും അടിപൊളി എല്ലാം പോകും, എല്ലാം പാടും. ആളുടെ ഒരുപാട് പാട്ടുകൾ റിലീസ് ആവാനിരിക്കുകയാണ്. സാധനങ്ങളുടെ എത്ര സിനിമയായി ചേട്ടാ? 5 songs പാടി. ഇപ്പൊ இன்னும் 2 song அடுத்து இந்த மூவில நம்ம இந்த படத்துல தானே, இந்த படத்துல 2 மூவி பக்கத்துல ഇമൻ സാറിന്റെ സോങ്സ് ആണല്ലേ? ഇമാൻ സാർ അവരുടെ മ്യൂസിക്കില് 2 song പാടി. രജനി സാറെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ രജനി സാർ? இல்ல சார், நான் வந்து மீட் பண்ணணும்னு சொன்னாங்க, டைம் கிடைக்கல, அதனால அவருக்கு டைம் இல்லைன்னு சொன்னாங்க மீட் பண்ண முடியும். ஆனா கமல் சார் பாத்துருக்கேன். കമൽ സാറെ എന്ത് പറഞ്ഞു சார்? கமல் சார் மீட் பண்ணும்போது இன்னும் மியூசிக் கத்துக்கோங்க, உங்களுக்கு நல்ல ஃபியூச்சர் இருக்கு அப்படின்னு சொன்னாரு. அப்புறம் ஏஆர் ரஹ்மான் சாரோட கேஎம் கன்சர்வேட்டரி அந்த காலேஜ்ல சேர்த்து விட்டு 1 year கோர்ஸ் படிக்க வச்சாங்க. ഇനിയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്.